ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ച് ആൻഡ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പലർക്കും സ്റ്റിച്ച് ചെയ്യാൻ അറിയെങ്കിലും അത് പുറത്തേക്ക് തയ്ച്ചു കൊടുക്കാനായിട്ടൊരു പേടിയുണ്ടാവും. ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ പേടി മാറ്റാനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറയില്ലേ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. അപ്പോൾ അതുപോലെ നന്നായി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതൽ ഇങ്ങനെ തയ്ക്കും തോറും നമുക്ക് ആ പേടി അങ്ങോട്ട് മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ അമ്മമാരുടെയൊക്കെ പഴയ സാരിയോ അല്ലെങ്കിൽ വെട്ട് കഷ്ണങ്ങൾ, നൈറ്റി ബിറ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് പെൺകുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെറിയ ഉടുപ്പ്, കുഞ്ഞുടുപ്പുകൾ അങ്ങനത്തെയൊക്കെ ഓരോ വെറൈറ്റി മോഡലുകൾ നമ്മൾ നോക്കിയിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് തന്നെ ഓരോ കുർത്തി, ചുരിദാർ, പാൻറ്റ് അങ്ങനത്തെയൊക്കെ നമ്മൾ ഇപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനത്തെ ഓരോ വെറൈറ്റി മോഡലുകൾ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് തന്നെയാകുമ്പോൾ നമുക്ക് അത്ര പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പുറത്തേക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ എന്തെങ്കിലും പറയുമോ, ഇപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി ചീത്ത പറയുമോ, എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ കാര്യത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് തന്നെയാണ് തയ്ക്കണേ, അപ്പോൾ ആരും ചീത്ത പറയുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ തന്നെ ഇടുമ്പോൾ നമുക്കറിയാം എവിടെയൊക്കെയാണ് എന്തൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും ഇനി അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ മിസ്റ്റേക്കുകൾ പരിഹരിക്കുക. അങ്ങനെയാണ് നമ്മൾ തയ്ച്ച് പഠിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കുറേ തയ്ക്കുമ്പോൾ നമുക്ക് ആ പേടി അങ്ങോട്ട് മാറിക്കിട്ടും. അപ്പോൾ ഞാനതുപോലെയാണ് കേട്ടോ തയ്ച്ചിരുന്നത്. ഞാൻ ഇങ്ങനെ പഴയ സാരി അല്ലെങ്കിൽ നൈറ്റി തുണിയൊക്കെ വാങ്ങിക്കുമ്പോൾ എനിക്ക് തന്നെ ഓരോ കുർത്തി അങ്ങനെ ഓരോ മോഡലുകളിൽ ഞാൻ തയ്ക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെ ഓരോ മോഡലുകൾ നോക്കിയിട്ട് കുറേ തവണ ഇങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഒരു ചുരിദാർ തയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം തന്നെ പിടിക്കും. അതായത് യൂട്യൂബിൽ നോക്കിയിട്ട് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി പിന്നെ അത് നമ്മൾ റെഫർ ചെയ്ത് കുറേ വീഡിയോസ്, ഓരോ മോഡലിൻ്റെ തന്നെ കുറേ വീഡിയോസ് റെഫർ ചെയ്തിട്ടാണ് ഞാൻ തയ്ച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ തയ്ച്ച് എനിക്ക് പിന്നെ തയ്ക്കുമ്പോൾ ഒരു ഡൗട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളും അതുപോലൊക്കെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നെ തയ്ക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ പേടി അങ്ങോട്ട് മാറിക്കിട്ടും. പിന്നെ ഒരാൾ ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ തുണി തരാം, എനിക്ക് തയ്ച്ച് തരുമെന്ന് ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് പേടിയാണ് അങ്ങനെയൊന്നും പറയാണ്ട് ഞാൻ നോക്കാം, എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കാം അങ്ങനെ പറഞ്ഞിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ തയ്ച്ച് തുടങ്ങിയിട്ടുള്ളത് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അടുത്തതിൽ ശരിയാക്കാം അങ്ങനെയൊക്കെ പറയുക. അതായത് പേടിച്ചിട്ട് അയ്യോ എനിക്ക് പറ്റിയില്ല, അങ്ങനെ പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് തയ്ക്കാൻ നല്ല ആഗ്രഹമുണ്ട്, എന്നാൽ അതുപോലെ തന്നെ പേടിയുമുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ജീവിതത്തിൽ റിസ്ക് എടുത്താലാണ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് തന്നെ ഡ്രസ്സുകൾ ഓരോ മോഡലിൽ തയ്ക്കുക. അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് ഇട്ട് പോകുമ്പോൾ ഇപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ഇത് കൊള്ളാമല്ലോ, ഇതെവിടെ സ്റ്റിച്ച് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് പറയുമ്പോൾ നിനക്ക് നന്നായി തയ്ക്കാനൊക്കെ അറിയാമല്ലേ, അങ്ങനെയൊക്കെ ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ അതൊരു പ്രോത്സാഹനമാണല്ലോ. അപ്പം ഞാനതുപോലെയൊക്കെയാണ് ചെയ്തത്. ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഞാൻ പുറത്തേക്ക് ഇട്ടിട്ട് പോകുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും നല്ല കൊള്ളാമല്ലോ, എവിടെ സ്റ്റിച്ച് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെയാണ് ഇപ്പോൾ പുറത്തുനിന്നായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ കിട്ടാം. അപ്പോൾ നമ്മളെ പരസ്യം എന്ന് പറയണത് നമ്മൾ തന്നെയാണ്. ചെയ്യണ കാര്യങ്ങൾ നമ്മൾ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. നമ്മുടെ സ്റ്റിച്ചിങ് നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് എന്തെല്ലാം മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മളൊരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആം ഹോൾ കർവ് ഉപയോഗിക്കാം. പിന്നെ ലൈനിങ് ചുരിദാറാണെന്ന് വെച്ചാൽ പിന്നെ കുത്തി സെക്യൂർ ചെയ്തിട്ട് കട്ട് ചെയ്യാനായാലും സ്റ്റിച്ച് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഓരോ പോയിൻറ്റും കൃത്യം അളവുകൾ മെഷർ ചെയ്ത് പോയിൻ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിച്ചിങ് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ തന്നെ നമുക്ക് പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ,
ഇപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ നമ്മൾ ഫസ്റ്റായിട്ട് തയ്ച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും വാങ്ങിക്കുന്ന പോലെ കൂടുതൽ പൈസ വാങ്ങിക്കാണ്ട് അവർ വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ച് പൈസ കുറച്ച് വാങ്ങിക്കാം. അപ്പോൾ ആ കസ്റ്റമർക്ക് നമ്മുടെ സ്റ്റിച്ചിങ് ഇഷ്ടാവുകയും പൈസ കുറവാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും നമുക്ക് കൂടുതൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തരികയും ചെയ്യും. അതുപോലെ അവർക്ക് പരിചയമുള്ളവരോട് പറഞ്ഞ് അങ്ങനെ നമുക്ക് കൂടുതൽ വർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് തയ്ക്കുമ്പോൾ ആ പേടി അങ്ങോട്ട് മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.